എനിക്ക് തോന്നുന്നു അമീർ ഖാനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ഇതുപോലുള്ള സിനിമകൾ ഇന്ത്യയിൽ ഒരു പക്ഷേ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ഒരു ഇന്ത്യൻ രീതിക്ക് അനുസരിച്ച് എങ്ങനെ മാക്സിമം ചെയ്യാൻ പറ്റും അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം വളരെ എന്താ പറയുക, ഹ്യൂമാനിറ്റേറിയൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. മനുഷ്യത്വപരമായിട്ട് ഉള്ള പെരുമാറ്റങ്ങളിലൂടെയൊക്കെ ഓരോരുത്തരുടെ ബിഹേവിയർ എങ്ങനെ മാറുന്നു. ഇതിലെ നായകനായിട്ടുള്ള അമീർ ഖാൻ വളരെ സെൽഫിഷ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ പുള്ളിക്ക് ഒരു സിറ്റുവേഷനിൽ ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ട കോച്ചായി വരേണ്ട ഒരു സിറ്റുവേഷൻ വരും. അത് ഡെവലപ്പ് ചെയ്യണതാണ്. അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അമീർ ഖാനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ഇതുപോലുള്ള സിനിമകൾ ഇന്ത്യയിൽ ഒരു പക്ഷേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പുതിയ തലമുറ കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കണം വിത്ത് ഫാമിലി. കാരണം വളരെ നല്ലൊരു സിനിമയാണ്, യാതൊരു സംശയമില്ല. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ്. നല്ല പടമാണ് ഇത്. ചാമ്പ്യൻസ് എന്ന് പറയുന്ന ഫോറിൻ പടത്തിന്റെ ഇന്ത്യൻ അഡാപ്റ്റേഷൻ ആണ്. അപ്പോൾ ഞാൻ ആ പടവും കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു ഇന്ത്യൻ രീതിക്ക് അനുസരിച്ച് എങ്ങനെ മാക്സിമം ചെയ്യാൻ പറ്റും അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്, ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുറച്ച് പേരെ ഒരു കോമ്പറ്റീഷനിൽ അമീർ ഖാനെ ട്രെയിൻ ചെയ്യിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. പുള്ളി അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ എത്തുന്നു. പുള്ളി ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, പുള്ളിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പതുക്കെ പുള്ളി അവരോട് സിങ്ക് ആവുന്നുണ്ട്. ഒരു ബാസ്കറ്റ് ബോൾ ടൂർണമെന്റിന് അവരെ പുള്ളി കൊണ്ടുപോകുന്നൊക്കെയാണ് കഥ. ആക്ച്വലി കൊള്ളാം, നല്ല പടമാണ്. ഇതിന്റെ ഒരു മേക്കിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കോമഡി ഉണ്ട്, പിന്നെ സെന്റിമെന്റ്സ് ഉണ്ട്, ഫാമിലി എലമെന്റ്സ് ഉണ്ട്. എല്ലാം നമുക്ക് കണക്ട് ആവും. ഈ ഒരു ഇമോഷൻ ഡയലോഗ്സ് ഒക്കെ നമുക്ക് ഭയങ്കര ടച്ച് ആവും. ഈ പ്ലെയേഴ്സ് ആയിട്ട് കാണിക്കുന്നവരുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആക്ടേഴ്സും എല്ലാം കൊള്ളാം. ഓവറോൾ നല്ല പടം.